പ്രിയപ്പെട്ടവരെ, വർക്കലയിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ യുവതിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. സാധാരണ നിലയിലെത്താൻ സമയമെടുക്കുമെന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത്. വെന്റിലേറ്ററിൽ തന്നെയാണ് ഇപ്പോഴുമുള്ളത്. ശ്രീകുട്ടി തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. കേസിൽ റെയിൽവേ പോലീസ് ഇന്ന് തിരിച്ചറിയൽ പരേഡ് നടത്തും. സുനിഷ അയ്യലൂരുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സുനിഷ, ഗുഡ് മോർണിംഗ്. സുനിഷ, ശ്രീകുട്ടിയുടെ നില കൂടുതൽ മെച്ചപ്പെട്ടിട്ടില്ല, കാര്യമായിട്ട് മെച്ചപ്പെട്ടിട്ടില്ല എന്നാണ് അറിയുന്നത്. ഇന്നിപ്പോൾ തിരിച്ചറിയൽ പരേഡ് നടത്തും. ഇക്കാര്യത്തിൽ പോലീസിനും സംശയമില്ല, എല്ലാ തെളിവുകളും ശേഖരിച്ചിട്ടുണ്ട്. ഈ പ്രതിയെ പിടികൂടിയ ആളെ ഇതുവരെയും പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ അപ്പോഴും അർച്ചന അടക്കമുള്ളവരുടെ സാക്ഷിമൊഴികളുണ്ട്, ശാസ്ത്രീയമായ തെളിവുകളും പോലീസിന് ശേഖരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ശ്രീകുട്ടിയുടെ അവസ്ഥ എന്താണ്? അന്വേഷണം എങ്ങനെ തുടരുന്നു? ഗുഡ് മോർണിംഗ് സുനിഷ. ഗുഡ് മോർണിംഗ് അരുൺ. നിലവിൽ ശ്രീകുട്ടിയുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞതാണ്, തലയോട്ടിക്കും ഒപ്പം തന്നെ നട്ടലിനും ഏറ്റവും ഗുരുതരമായ പരിക്ക് അത് സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലേറെ പ്രധാനപ്പെട്ടത് തലച്ചോറിനേറ്റിട്ടുള്ള ക്ഷതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്ര നാൾ വേണ്ടിവരും സാധാരണ രീതിയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും മാറ്റം വരാൻ എന്നുള്ളതാണ് ഇപ്പോൾ ഈ ആരോഗ്യ വിദഗ്ധർ നോക്കുകയും ചെയ്യുന്നത്. എല്ലാ ദിവസവും CT സ്കാൻ അടക്കം എടുത്ത് പരിശോധന നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും അറിയിക്കുന്നത്. പക്ഷേ അത്തരത്തിൽ വേണ്ട രീതിയിലേക്കൊരു മാറ്റം വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ആശുപത്രിയിൽ നിന്നും അറിയിക്കുന്നത്. അത്ര സുഖകരമായ ഒരു വാർത്തയല്ല വരുന്നത്. മറ്റ് ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും ഉണ്ട്. എങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അതേ ഗുരുതരാവസ്ഥയിൽ തന്നെ തുടരുകയാണ്. തീവ്രപരിചരണ വിഭാഗം വെന്റിലേറ്ററിലാണ് നിലവിൽ ഇപ്പോൾ ശ്രീകുട്ടി ഉള്ളത്. ഏതായാലും കുറച്ച് ദിവസം കൂടി എടുക്കും ഒരു മാറ്റം അത് പറയാൻ എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്നത്. മറ്റിടങ്ങളിലൊന്നും ഇപ്പോൾ വയറിനും ഈ എല്ലുകൾക്കുമൊക്കെ പരിക്കേറ്റിരുന്നു. പക്ഷെ അതൊന്നും തന്നെ വലിയ സാരമുള്ളതല്ല. പക്ഷേ തലച്ചോറിനേറ്റ ക്ഷതം അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് അറിയിക്കുന്നത്. ഒപ്പം തന്നെ അരുൺ പറഞ്ഞതുപോലെ അന്വേഷണം ഒരു വശത്ത് നടക്കുന്നുണ്ട്. അത് തിരിച്ചറിയൽ പരേഡ് അടക്കം. ഒരുപക്ഷെ അർച്ചന തിരിച്ചറിയേണ്ടതുണ്ട്. നേരത്തെ തന്നെ CCTV ദൃശ്യങ്ങളും മറ്റുമൊക്കെ പരിശോധിച്ചുകൊണ്ട് ഇയാളാണ് പ്രതി എന്നുള്ളത് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. പക്ഷേ അന്വേഷണത്തിന്റെ ഭാഗമെന്നുള്ള രീതിയിൽ അർച്ചനയടക്കം തിരിച്ചറിയൽ പരേഡിന്റെ ഭാഗമാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന്, നേരത്തെ രക്ഷിച്ച ആൾ അത് ആരാണ് എന്നുള്ളതാണ്. CCTV കൃത്യമായി കാണാം. ഒരു നീല ഷർട്ടിട്ട ആളാണ് ഇയാളെ രക്ഷിച്ചതല്ല, ഈ പ്രതിയെ പിടിക്കുന്നത് ഇയാളാണ്. ഇയാൾ ആര് എന്ന് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അത്തരത്തിൽ അയാളെ കൂടി തേടുന്നുണ്ട് പോലീസ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുകയാണ്. അതേസമയം തന്നെ ശ്രീകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. അരുൺ, താങ്ക് യു. സുനിഷ അയ്യലൂരാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീകുട്ടി എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലേ? ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായിട്ടുണ്ടാവുന്നു. ഇത് ബസ്സുകളിൽ പെൺകുട്ടികൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതൊന്നും അങ്ങോട്ട് കാര്യമായ അതിനുള്ള സുരക്ഷാ സംവിധാനമില്ല. ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ തന്നെ മനസ്സിലായത് ഇതിനുശേഷവും കാര്യമായ RPF സാന്നിധ്യം ജനറൽ കമ്പാർട്ട്മെന്റുകളിലോ ലേഡീസ് കോച്ചുകളിലോ ഇല്ല എന്നുള്ളതാണ്. വർക്കലയിൽ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് ഗുരുതരമായി പരിക്കേറ്റ യുവതിയുടെ നില മാറ്റമില്ലാതെ തുടരുകയാണ്. സാധാരണ നിലയിലെത്താൻ സമയമെടുക്കും എന്നാണ് ഡോക്ടർമാർ അറിയിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ എപ്പോഴും ഏറെ സങ്കടപ്പെടുത്തുന്നൊരു കാര്യം.